ഹായ് ഫ്രണ്ട്സ്, ഡെയിലി മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോസ്റ്റഡ് ചിക്കനാണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കനാണിത്. ഗാർലിക് പൗഡറോ അല്ലെങ്കിൽ ഒനിയൻ പൗഡറോ ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അധികം വലിപ്പമില്ലാത്ത ചിക്കൻ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ലതുപോലെ വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 1.25 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. 15 മിനിറ്റിന് ശേഷം ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി പേസ്റ്റ് മാത്രമാണ്, ഇതിലേക്ക് ഇഞ്ചി ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിൽ കുറവായിട്ട് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എടുത്തു വെച്ച ചിക്കൻ മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ ചിക്കനും ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കൻ നന്നായിട്ട് ബട്ടർ മിൽക്കിലേക്ക് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ അമർത്തി വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് മുങ്ങിക്കിടന്നാൽ മാത്രമേ ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നന്നായിട്ട് മുങ്ങിക്കിടന്നാൽ മാത്രമേ ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ജ്യൂസി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം. ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പാടില്ല. ഫ്രൈ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് മാത്രമേ ഇത് ഉണ്ടാക്കാൻ പാടുള്ളൂ. മുട്ട ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. നൈസായിട്ടുള്ള പത്തിരിപ്പൊടിയോ മറ്റോ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇനി ഇതിലേക്ക് തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പ് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തണുത്ത വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടിയുള്ള ബാറ്ററാണ്. ഇതിലേക്ക് ഒരു 1/2 കപ്പും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടി നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ആക്കി എടുക്കാം. ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി ഈ ഒരു പാകത്തിന് ലൂസ് വേണം നമ്മുടെ ബാറ്ററിന്. ഇനി ഇത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് മറ്റൊരു പാത്രം എടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിത്ര വേണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നേരത്തെ റെഡിയാക്കിയ ബാറ്ററിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ബാറ്റർ പിടിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പൊടി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. നനവ് തോന്നുന്ന ഭാഗത്തെല്ലാം ഈ പൊടി നല്ലോണം പിടിപ്പിച്ച് കൊടുക്കുക. കൈകൊണ്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് തന്നെ ഒന്ന് പൊടി പിടിപ്പിച്ചെടുക്കണം. ഇതുപോലെ നല്ല കട്ടിയിൽ തന്നെ ചെയ്തെടുക്കണം. ആദ്യം തന്നെ എല്ലാം ഇതുപോലെ പൊടി പിടിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ മാത്രം പിന്നെയും 3 പീസ് എടുത്ത് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. ഞാനിപ്പോൾ 3 പീസ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്യാനിടുമ്പോൾ ആ ചിക്കൻ പീസ് ഒന്ന് മെല്ലെ ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തുകൊണ്ട് നിൽക്കണം. കുറച്ച് സമയം ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. എന്നാലേ നന്നായിട്ട് ഉള്ളൊക്കെ വെന്തിട്ട് കിട്ടൂ. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനം വെച്ച് തന്നെ ഇതുപോലെ എളുപ്പത്തിൽ ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കി എടുക്കാം. വീട്ടിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ ശരി, ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ ബൈ.